ആർ.ജെ. ബാലാജി സംവിധാനം ചെയ്ത് സൂര്യനായകനായി എത്തുന്ന കറുപ്പ് എന്ന സിനിമയുടെ ടീസർ ഡീകോഡിംഗാണ് ഈ വീഡിയോ. ടീസറിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സാധാരണ കറുപ്പുസ്വാമിയല്ല, മുളകരച്ച് പ്രാർത്ഥിച്ചാൽ വിളിയേക്കുന്ന കറുപ്പുസ്വാമിയാണെന്ന്. കറുപ്പുസ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ കിട്ടിയൊരു ഇൻഫോർമേഷനാണ് ഏകദേശം 108 തരത്തിലുള്ള കറുപ്പുസ്വാമികളുണ്ടെന്നാണ് പറയണത്. സിനിമയ്ക്ക് വേണ്ടി മാത്രമാണോ അതോ ഇങ്ങനെ മുളകരച്ച് പ്രാർത്ഥിക്കുന്ന സ്വാമി അമ്പലങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ശരിക്കും ഉണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അവരുടെ വിശ്വാസമാണ്. ഈ സിനിമയ്ക്കകത്ത് സത്യവും നീതിയും നടപ്പിലാക്കുവാനായിട്ട് കറുപ്പുസ്വാമിയായിട്ട് വരുന്നത് നമ്മുടെ കഥാനായകൻ തന്നെയാണ്. സൂര്യ എന്ന നടൻ്റെ ശരിക്കും പേരാണ് ശരവണൻ. ഇതാദ്യമായിട്ടായിരിക്കും സൂര്യ സ്വന്തം പേരിൽ ഒരു കഥാപാത്രമാവുന്നത്. അഡ്വക്കേറ്റിൻ്റെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, പൊളിച്ചടുക്കി കയ്യിൽ തന്നിട്ടേ പോവുള്ളൂ. പിന്നെ മെട്രോയിൽ നടക്കുന്ന ഈ ഒരു ഫൈറ്റ് സീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാളിരിക്കുന്നത് കാണാം, നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ. ഈ ഒരു സീനിൽ മാത്രമല്ല, ഈ ഒരു സീനിലും ഇന്ദ്രൻ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. കേസിൻ്റെ ഭാഗമായിട്ട് എന്തോ ഇന്ദ്രൻ ചേട്ടൻ സൂര്യയെ സമീപിക്കുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കുറച്ച് ആൾക്കാർ അവരിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി ഫൈറ്റ് ആയിരിക്കണം ഈ ഒരു ഫൈറ്റ്. ഈ രണ്ട് സീനിൽ സൂര്യ ഒരാളോട് ഒന്ന് മാസമായിട്ടും ഒന്ന് ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലും സംസാരിക്കുന്നുണ്ട്. ഇത് ആർ.ജെ. ബാലാജിയാണ്. പുള്ളിക്ക് ഈ സിനിമയ്ക്കകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരിക്കും. കൂടെ നിന്നിട്ട് അവസാനം പണി തരുന്ന ഏതോ ഒരു കൂട്ടുകാരനാവാനാണ് സാധ്യത കൂടുതൽ. ആർ.ജെ. ബാലാജിയും ഒരു അഡ്വക്കേറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ ഒരു സീനിലോട്ട് വരുമ്പോൾ സൂര്യയുടെ കൈ പിടിക്കുന്നുണ്ട്. ഇത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം തൃഷ തന്നെയായിരിക്കും. കോമഡി റോളുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആർ.ജെ. ബാലാജിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അതിഗംഭീരമായൊരു പടം, അതും സൂര്യയെ വെച്ചുകൊണ്ട്, അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു സീനിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യ വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുരുട്ട് കറുപ്പുസ്വാമിക്ക് നേർച്ച വയ്ക്കുന്ന ചുരുട്ടുകളിലൊന്നാണ്. കറുപ്പുസ്വാമി ബേസ് ചെയ്ത ഒരു അടിപൊളി ഒരു സോങ് ഇതിനകത്തുണ്ട്. ഈ ഒരു സീനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ കയ്യിൽ പ്രത്യേകിച്ച് റിങ്ങുകളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സീനിലോട്ട് വന്നു കഴിഞ്ഞാലോ സൂര്യയുടെ കയ്യിൽ 2 റിങ്ങുകളുണ്ട്. ഈ 2 റിങ്ങുകൾ സൂചിപ്പിക്കുന്നത് കറുപ്പുസ്വാമിയാണ്. കറുപ്പുസ്വാമിയുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ മോതിരം ഉണ്ടാവും. ഈ ഒരു സീനിൽ നോക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ താടി നോർമൽ താടിയാണ്. പക്ഷേ ഈ ഒരു സീനിലോട്ട് വന്നു കഴിഞ്ഞാൽ താടി നരച്ചതാണ്. ഒന്നുകിൽ ഒരു ഡബിൾ റോൾ പ്രതീക്ഷിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ചതി മനസ്സിലാക്കി തിരിച്ചു വരുന്ന പുതിയൊരു സൂര്യ ആയിരിക്കും.